PSP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിന്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ശ്രീ വിദ്യാധിരാജ വിദ്യാ ഗുരുകുലത്തിലാണ്. ഈ ഗുരുകുലത്തിൽ ചില പ്രത്യേകമായ സമ്പ്രദായങ്ങളിലുള്ള വിദ്യാ ഉപാസന നടക്കുന്നു, വിദ്യയുടെ പഠനം നടക്കുന്നു. ഇപ്പൊ ധാരാളം ആളുകൾ ഇവിടെ വരികയും അവരുടെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ദൂരീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് റാഷണലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. എന്നാൽ മുമ്പ് പലപ്പോഴും നമ്മുടെ ഗുരുപരമ്പരയിൽ ഉണ്ടായിരുന്ന ഗുരുഭൂതന്മാർ റാഷണാലിസത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അതീന്ദ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ അദൃശ്യമായിട്ട് നമുക്ക് തോന്നുന്ന അഭൗമമായിട്ടുള്ള അമാനുഷികമായിട്ടുള്ള കഴിവുകളെ കുറിച്ചും സിദ്ധികളെ കുറിച്ചും എല്ലാം നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ എപ്പോഴോ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു പാരസ്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ ചുറ്റാൽ കാണുന്ന ഭൗതികതയിലേക്ക് മാത്രം വേരൂന്നിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. അപ്പൊ അത് തന്നെയാണ് ഇന്ന് ആധുനിക മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ AI-യുടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ പുതിയ തലങ്ങൾ തേടി നമ്മൾ പോകുമ്പോഴും നമ്മൾ താമസിക്കുന്ന ഗ്രഹങ്ങൾക്കുള്ളിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിലപ്പുമുട്ടുകയാണ്. യഥാർത്ഥത്തിലുള്ള സ്വസ്ഥത അല്ലെങ്കിൽ സ്വാസ്ഥ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു അതിജീവനം എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്ന ധാരാളം ഗുരുഭൂതന്മാർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗുരുകുലത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം തരാനായിട്ട് സാധിക്കും എന്ന് കരുതപ്പെടുന്നു. ഈ ഗുരുകുലത്തിലെ ആചാര്യൻ ശ്രീ ജയൻ പായപ്ര, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിട്ടുള്ള കൃഷ്ണപ്രിയ ജയൻ, രണ്ടുപേരുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ ഏറ്റവും ആദരവോടുകൂടി രണ്ടുപേരെയും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, നമസ്കാരം. അപ്പൊ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ മനുഷ്യനുണ്ട്. അപ്പൊ സാധാരണയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന പ്രശ്നങ്ങളുണ്ട്, കാണാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കാണാൻ കഴിയുന്ന പ്രശ്നങ്ങളിൽ തന്നെ പലപ്പോഴും ആരും പ്രശ്നം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്ന് ചാടുകയാണ്. ഇപ്പൊ ഒരു ജോത്സ്യന്റെ അടുത്ത് തന്നെ ചെല്ലുമ്പോൾ ചോദിക്കുന്ന പ്രശ്നം നോക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പ്രശ്നം എന്നുള്ള വാക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ബാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ അന്വേഷിച്ചാണ് അങ്ങയുടെ അടുത്ത് ആളുകൾ വരുന്നത്? സാധാരണ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അന്വേഷിച്ച് ഇവിടെ ആളുകൾ വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഇതൊരു ഗുരുകുലമാണ്. ചട്ടമ്പി സ്വാമി സമ്പ്രദായത്തിൽ, അതായത് സുബ്രഹ്മണ്യ സമ്പ്രദായത്തിലുള്ള വിദ്യകൾ പഠിപ്പിക്കുന്നു ഇവിടെ. കൂടാതെ നമ്മൾ ആധുനിക കാലത്ത് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റെയ്ക്കി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ ട്രഡീഷണലായിട്ട് പഠിപ്പിക്കുന്നു, സാമ്പ്രദായികമായിട്ട് പഠിപ്പിക്കുന്നു, നോൺ ട്രഡീഷണലായിട്ടല്ല. അപ്പോൾ ആളുകളുടെ നിത്യജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒന്ന് രോഗം എന്ന നിലയിലുള്ള പ്രശ്നങ്ങളാണ്, രോഗമായിട്ടുള്ള വിഷയങ്ങൾ. അത് നമുക്ക് ഇവിടെ റെയ്ക്കി മാർഗത്തിലാണ് അത് രോഗവിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ രോഗങ്ങളെ തന്നെ നമ്മൾ രണ്ട് തരം പ്രശ്നങ്ങളെ കൊണ്ട് രോഗങ്ങളെ നമ്മളിവിടെ ചിന്തിക്കാറുണ്ട്. ഒന്ന് ലോക്കൽ വേരിയബിൾസും ഒന്ന് നോൺ ലോക്കൽ വേരിയബിൾസും. അതായത് പ്രകടമല്ലാതിരിക്കുന്ന കാരണങ്ങളെ കൊണ്ട് വരുന്ന രോഗവിഷയങ്ങൾ. പ്രകടമായ കാരണങ്ങളെ കൊണ്ടുള്ള കാരണങ്ങൾ നമുക്ക് ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൽ കണ്ടെത്താൻ പറ്റും, അതിന് മരുന്നുകൾ കഴിക്കാൻ പറ്റും, ആ രീതിയിൽ അത് പരിഹരിക്കാൻ പറ്റും. പ്രകടമല്ലാതിരിക്കുന്ന കാരണങ്ങൾ നമ്മൾ ഇവിടെ ഓറ റീഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഓറ റീഡിങ് ഇവിടെ ചെയ്യുന്നത് കൃഷ്ണപ്രിയയാണ്. പിന്നെ ഈ സമ്പ്രദായ വിദ്യകൾ തേടിയിട്ട് ആളുകൾ വരുന്നുണ്ട്. കാരണം അത് തേടി വരാൻ കാരണം നമ്മളൊരു വളരെ പ്രശസ്തനായ ആളായതുകൊണ്ടല്ല. ഉദാഹരണത്തിന് റഷ്യയിൽ നിന്ന് രണ്ടുപേർ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിരുന്നു. അവർ പഠിക്കാൻ വരുന്നതിൻ്റെ കാരണം അവർ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ആശ്രമങ്ങളിലും 10-20 ദിവസം താമസിക്കുകയും 3 മാസം 4 മാസം അവിടെ താമസിക്കുകയും, ഇപ്പോൾ ഋഷികയിൽ ശിവാനന്ദാശ്രമത്തിലൊക്കെ പോയി പഠിച്ച് യോഗം പഠിച്ചു വരും. പക്ഷെ അവർക്ക് ഈ ജ്ഞാനത്തിൻ്റെ വഴി, അവർ കാശ്മീരി ശൈവം അത് പോയി കാശ്മീരിലൊക്കെ കുറേ നാൾ നിലനിന്നിരുന്നിരുന്ന അതിന് ആളുകളുണ്ടോ എന്ന് നോക്കി പഠിച്ചു. പക്ഷെ അവർക്ക് അതിൻ്റെ ഗൗരവമായിട്ടുള്ള നില മനസ്സിലാക്കാനായിട്ടുള്ള വിദ്യാതലം മനസ്സിലാക്കുന്ന ഒരു നിലയിലുള്ള
ഗുരുക്കന്മാരില്ല എന്നല്ല, അവര് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഗുരുക്കന്മാർ ഭാരതത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ ഗുരുക്കന്മാരുണ്ട്. അവർ നമ്മളിന്ന് അറിയപ്പെടുന്ന വലിയ ആശ്രമങ്ങളിൽ പലതും പോയി. ഞാൻ ആശ്രമങ്ങളെ ചെറുതാക്കാൻ പറഞ്ഞല്ല, അവരെന്തോ ഒരു കാര്യം അന്വേഷിച്ചാണ് വന്നത്. അവർക്ക് അത് അവിടുന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ ഞാനൊരു പ്രശസ്തനൊന്നുമല്ല, എൻ്റെ അടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഇവിടുത്തെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇവിടെ പൈസ നമ്മൾ ഈ ചടമിസായ സമ്പ്രദായത്തിലെ വിദ്യകൾ പൈസ മേടിച്ചിട്ടല്ല പഠിപ്പിക്കുന്നത്. അത് അതിനുള്ള ഗുരു പരമ്പരയിൽ പ്രവേശിക്കാനുള്ള നിയോഗമുള്ള ആളുകളെയാണ് നമ്മൾ എടുക്കുകയുള്ളൂ. അതായത് ഒന്നുമില്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമി നമ്മളോട് പറയണം ഇവർ ഈ സമ്പ്രദായത്തിൽ സ്വീകരിക്കാനുള്ള ആളുകളാണെന്ന്. അപ്പം ഈ ജ്ഞാന വഴി അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് ഉള്ള ഒരു സ്ഥലമായിട്ട് ഇതിനെ വേണമെങ്കിൽ ഈ ഗുരുകുലത്തെ വേണമെങ്കിൽ പറയാം. കാരണം ചട്ടമ്പി സ്വാമി സമ്പ്രദായത്തിലുള്ള വഴി ശുദ്ധ ജ്ഞാന വഴിയാണ്. അത് സിദ്ധ ജ്ഞാന വഴി ആണ് ശരിയായിട്ടുള്ള സമ്പ്രദായം. ചട്ടമ്പിസ്വാമികളുടെ സാധാരണ കീഴിലുള്ള തീർത്ഥവാദ പരമ്പരയാണല്ലോ. അപ്പൊ അവിടെ ഇവിടെ അതാണോ ഫോളോ ചെയ്യുന്നത്? തീർത്ഥവാദ പരമ്പര എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമിയിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ള തീർത്ഥവാദ പരമഹംസര് അദ്ദേഹത്തിന്റെ ആശയത്തിനനുസരിച്ച് രൂപപ്പെടുത്തുകയും ഒരു സന്യാസ സമ്പ്രദായം പോലെ അത് പിന്നീട് തുടരുകയും ചെയ്ത സമ്പ്രദായമാണ്. അതിന് ചട്ടമ്പി സ്വാമിയുടെ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. നീലകണ്ഠ തീർത്ഥവാദ സ്വാമി അതിന്റെ ആദ്യത്തെ അധ്യക്ഷനാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ തീർത്ഥവാദ സമ്പ്രദായം അത് അവരുടെ രണ്ടുപേരുടെ കയ്യിലും ചട്ടമ്പി സ്വാമിയുടെ സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഈ തീർത്ഥവാദ പരമഹംസരുടെയും നീലകണ്ഠ തീർത്ഥവാദ സ്വാമിക്കും ചട്ടമ്പി സ്വാമിയുടെ കയ്യിലുള്ള എല്ലാ വിദ്യകളും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പരമ്പര വന്നപ്പോൾ വിദ്യാനന്ദ തീർത്ഥസ്വാമികൾക്ക് ശേഷം ഈ ചട്ടമ്പി സ്വാമി പരമ്പരയിലെ ശ്രീവിദ്യാ സമ്പ്രദായം തീരെ ഇല്ലാതെയായി. ബാലസുബ്രഹ്മണ്യ മന്ത്ര സമ്പ്രദായമുണ്ട്. പക്ഷെ അവർ പഠിക്കുന്നത് ചട്ടമ്പി സ്വാമി എഴുതിയ അദ്വൈത ചിന്താപദ്ധതി എന്ന ഗ്രന്ഥമല്ല അവർ ജ്ഞാന വഴിയിൽ പഠിക്കുന്നത്. അവർ ശങ്കര വേദാന്തത്തിലെ സമ്പ്രദായത്തിലുള്ള ഉപനിഷത്തുകളും ഭാഷ്യങ്ങളും ഒക്കെയാണ് പഠിച്ച് അവർ പറയുന്നത്. അത് തെറ്റെന്തെന്നല്ല. അതിന് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ചട്ടമ്പി സ്വാമി സമ്പ്രദായത്തിൽ ചട്ടമ്പി സ്വാമി അനുഷ്ഠിച്ചു വന്ന സമ്പ്രദായം, റിയലായിട്ടുള്ള ദീക്ഷാ സമ്പ്രദായം, വിദ്യ പകരുന്ന സമ്പ്രദായം തീരെ കുറഞ്ഞു പോയിരിക്കുന്നു. കാഷായം കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. പക്ഷെ ജ്ഞാനത്തിന്റെ വഴിയിൽ വരുന്ന ശുദ്ധീകരണം, തപസ് ഇത്യാദികളിലൂടെ ജ്ഞാനപ്രകാശം ഉണ്ടായി വരുന്ന ബോധത്തെ അറിയുന്ന നിലയിലേക്ക് ആരും എത്താൻ ശ്രമിക്കുന്നില്ല. വന്ന ആൾക്കാർക്ക് താല്പര്യമില്ല. ചട്ടമ്പി സ്വാമിയുടെ സമ്പ്രദായം മാത്രമല്ല, പല സമ്പ്രദായങ്ങളും ഈ ഉപനിഷത്ത് പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു നിലയിൽ മാത്രമാണ് ഇന്ന് പോകുന്നത്. ഇപ്പൊ ആചാര്യന്മാർ ധാരാളമുണ്ട് കേരളത്തിൽ. ഇപ്പൊ ഭാഗവതാചാര്യന്മാരുണ്ട്, നാരായണീയ ആചാര്യന്മാരുണ്ട്, വേദാന്തം പഠിപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇതെല്ലാവരും പറയുന്ന നിലയിലേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഇതിൽ തൽപരനായതുകൊണ്ട് 8 വയസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ചട്ടമ്പി സ്വാമി പരമ്പരയിൽ ചേർന്ന ആളാണ്. അപ്പൊ എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു അന്വേഷണത്തിൽ ഞാൻ ഈ വേദാന്തത്തിലൊക്കെ പറയുന്ന അനേക വിദ്യകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട്. ഒന്നിപ്പോൾ അഗ്നിവിദ്യ, പ്രണവ മഹാവിദ്യ, പഞ്ചാക്ഷര മഹാവിദ്യ. പഞ്ചാക്ഷരം നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ പഞ്ചാക്ഷരത്തിൽ സിദ്ധജ്ഞാന വഴിയിലെ തിരുമൂലരൊക്കെ ഉപദേശിക്കുന്ന നിലയിലുള്ള ഈ അഖണ്ഡ സത്തയെ അറിയുന്ന നിലയിൽ പഞ്ചാക്ഷരത്തെ എങ്ങനെ ഉപാസിക്കണം എന്ന് പറയുന്ന മഹാവിദ്യ. ശ്രീവിദ്യ തന്നെ ഇപ്പൊ ആളുകൾ ഉപാസിക്കുന്നത് എല്ലാം കർമ്മപരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, പ്രതിഷ്ഠ, പൂജ ഇത്യാദികളിലാണ് അവർ തൽപരന്മാർ. അതൊന്നും ചെറുതാന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളൊരു കുറെ കാലത്തിന്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഈ ജ്ഞാനനിലയെ ആർജിച്ച ഒരു ഗുരുവിന്റെ പേര് ചട്ടമ്പി സ്വാമിക്ക് നാരായണ ഗുരുദേവനൊക്കെ ശേഷം പറയാൻ, നമുക്ക് എടുത്തു പറയാൻ ശരിക്ക് ഈ ശങ്കര പരമ്പരയുണ്ട്. ശങ്കരാചാര്യ സ്വാമികളുടെ ഭൂമിയാണിത്. ആ പരമ്പരയിലോ മറ്റു സന്യാസ പരമ്പരയിലോ ഇനി ഭാഗവതാചാര്യന്മാരെന്ന നിലയിൽ ജ്ഞാനത്തെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നിലയിലോ ഒരു പൂർണ്ണ അഖണ്ഡ ബോധ സത്യയിൽ ലയിച്ചു എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന നിലയിൽ പറയാൻ പറ്റുന്ന ചില അവധൂത ഗുരുക്കന്മാരൊക്കെ ഉണ്ട്. അവരെ ഞാൻ ഒഴിവാക്കിയിട്ട്
അവർ അവധൂതന്മാരെ നമ്മൾ ഈ പട്ടികയിലൊന്നും പെടുത്താറില്ല. കാരണം അവർക്ക് അങ്ങനെ ചര്യകളൊന്നും പ്രത്യേകിച്ച് ഇല്ല. അപ്പോൾ അത്തരം ആളുകൾ ഉണ്ടാവാം. അവരെ നമ്മൾക്ക് കണ്ടുകിട്ടിക്കൊള്ളണമെന്നില്ല. അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവില്ല. അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഈ ശിവപ്രഭാകര സിദ്ധയോഗിയെ പോലെയുള്ള ആളുകളുടെയൊക്കെ പരമ്പരയിൽ ഈ വിദ്യയുണ്ട്. പക്ഷെ ഈ വിദ്യകൾ ആർജിച്ച് അത് പഠിക്കണം, അത് പഠിച്ച് അത് സ്വായത്തമാക്കണം എന്നുള്ള ആളുകളുടെ ആഗ്രഹം ഉള്ള ആളുകൾ വളരെ കുറവാണെന്നല്ല, അതിലേക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് അറിയിക്കുന്ന ഗുരുക്കന്മാരും കുറവാണ്. ഇപ്പൊ നമ്മൾ പ്രണവ വിദ്യ എന്ന് പറഞ്ഞാൽ ഓം ഓം എന്ന് ജപിച്ചാൽ മതി എന്ന്. ഇപ്പൊ നമ്മളെ ഈ സമാധി വർഷം പ്രമാണിച്ച് 2 വിദ്യകൾ ഈ ഗുരുകുലത്തിൽ നമ്മൾ പഠിപ്പിച്ചു. അതിന്റെ 2 പാദങ്ങൾ ചട്ടമ്പിസ്വാമി ആശ്രമത്തിൽ നടന്ന ശില്പശാലയിലെ പ്രണവ വിദ്യയുടെ അത് 5 പാദങ്ങളിലാണ് ഇരിക്കുന്നത്. അതിൽ 2 പാദങ്ങൾ നമ്മളവിടെ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് പറഞ്ഞു കൊടുത്തു. അത് ആർജിച്ചാലേ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിന്മുദ്ര എന്ന് പറയുന്ന വിദ്യയെ പറ്റി എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ പിടിച്ചാൽ ചിന്മുദ്ര. അത് ഇങ്ങനെയാണ് 99% ആളുകളും പറഞ്ഞത്. ഇപ്പൊ ഞാനിവിടെ ചിന്മുദ്ര ചട്ടമ്പിസ്വാമി വിവേകാനന്ദന് ഉപദേശിച്ച ചിന്മുദ്ര എന്നാണ്, അത് വിവേകാനന്ദൻ അന്വേഷിച്ചത് എന്താണ് എന്ന് നമ്മളിവിടെ വിവേകാനന്ദനും ചട്ടമ്പിസ്വാമിയും കണ്ടുമുട്ടിയതിന്റെ 136ാമത്തെ വർഷത്തിന്റെ സെമിനാർ നടക്കുമ്പോൾ അവിടെ ഒരു വിഷയമായിട്ട് ഞാനത് എടുത്തിരുന്നു. അത് ആർജിച്ചെടുക്കാൻ ഒരുപാട് കാലത്തെ നമ്മുടെ അന്വേഷണവും പഠനവും അതിന്റെ അവസാനത്തെ ഭാഗം എനിക്ക് ചട്ടമ്പിസ്വാമി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അപ്പൊ ചട്ടമ്പിസ്വാമി വിവേകാനന്ദ സ്വാമിക്ക് പറഞ്ഞു കൊടുത്ത ആ ചിന്മുദ്ര എന്താണെന്ന് പഠിക്കാൻ ചട്ടമ്പിസ്വാമി പരമ്പരയിലെ ശിഷ്യന്മാർ പോലും അന്വേഷിക്കുന്നില്ല. ചട്ടമ്പിസ്വാമി ജീവിച്ചിരുന്ന സമയത്ത് ചട്ടമ്പിസ്വാമിയിൽ നിന്ന് സ്വായത്താക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ നടന്ന സന്യാസി ശിഷ്യന്മാരെ പോലും ശ്രമിക്കുക. അപ്പൊ അവരുടെ എല്ലാവരുടെയും വിചാരം ഇങ്ങനെ പിടിച്ചാൽ ചിന്മുദ്രയായിരുന്നു. ഇങ്ങനെ പിടിക്കാത്ത ആൾക്കാരാ ഉള്ളത്. ഇപ്പൊ നൃത്തം ചെയ്യണവർ പോലും ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അതിന് 5 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ചിന്മുദ്ര സ്വായത്തമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ പരിശ്രമം. ഒരു 1-2 കൊല്ലം നമ്മൾ കഷ്ടപ്പെട്ട് ഇരുന്ന് അത് സാധന ചെയ്താൽ മാത്രമാണ് ചിന്മുദ്രയില് ജ്ഞാനോദയം. എങ്ങനെ അത് നമുക്ക് ഒരിക്കലും ഈ ജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായാൽ, രുചി അനുഭവിക്കാന്ന് പറയില്ലേ, അതുണ്ടായാൽ അതിലേക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം എന്ന് തോന്നിയാലുള്ള ഒരു ടെക്നിക്കും കൂടിയാണ് ചിന്മുദ്ര. അത് ചിന്മുദ്ര പിടിച്ചൊരു 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും അതിലേക്ക് ഈ അസ്പന്ദമാകണം എന്നൊക്കെ നാരായണ ഗുരുദേവൻ പറയുന്ന ആ അസ്പന്ദം ആണ് ബോധം എന്ന് പറയുന്ന നില. ആ ബോധ നിലയെ പ്രാപിക്കാൻ ഇപ്പൊ നമ്മളിവിടുത്തെ റെക്കി ക്ലാസ്സിൽ പോലും നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ക്ലാസ്സിൽ ഒരു ഫുൾ ഡേ മുഴുവൻ നമ്മൾ ഈ റെക്കിയുടെ ജ്ഞാനവഴിയുടെ ഭാഗം എടുക്കുന്നത്. ഇപ്പൊ റെക്കിയുടെ ജ്ഞാനവഴിയില് ബുദ്ധ സമ്പ്രദായത്തിൽ ജ്ഞാനദീക്ഷയൊക്കെ ഉണ്ട് മാസ്റ്റർ ലെവലില്. അത് കൊടുക്കുന്ന ആളുകളൊന്നും ആരുമില്ല. അപ്പൊ നമ്മളിതൊക്കെ അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ചില മാസ്റ്റർമാരുണ്ട്, 2-3 മാസ്റ്റർമാർ നമ്മൾ ആ ജ്ഞാനദീക്ഷ കൊടുത്തവരുണ്ട്. അപ്പൊ അതിലിരുന്ന് അത് ചെയ്താൽ അവർക്ക് ഇത് വരും. ഏത് പക്ഷെ അവിടെ 2 പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ജ്ഞാന വഴിയിൽ കണ്ടുവരുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. ഒന്ന്, നമ്മൾ ഈ ജ്ഞാന വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് അനേക സമ്പ്രദായമുണ്ട്. ഭാരതം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന് പുറത്തുണ്ട് വിദ്യകൾ. ഇപ്പൊ സൂഫിയിലൊക്കെ ജ്ഞാനികൾ, എനിക്ക് തോന്നുന്നത് ഈ ശങ്കരവേദാന്തം പറഞ്ഞു നടക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ സൂഫിസത്തിലെ ജ്ഞാനികളുണ്ട്. അപ്പൊ അവരതിൻ്റെതായ സൂക്ഷ്മമായിട്ടുള്ള അംശത്തെ മനസ്സിലാക്കി. സെൻ ബുദ്ധിസ്റ്റുകളിൽ ഇതിൽ കൂടുതലുണ്ട്. അപ്പൊ അതൊരു അടർന്നു വീഴുന്നത് പോലെയാണ്. ഒരു തേങ്ങ അടർന്നു വീഴുന്നത് പോലെയാണ്. ഒരു പ്രത്യേക സമയത്തിൽ ഇത് അന്വയിക്കപ്പെടുകയാണ് ആയിരിക്കാം. അത് തന്നെയാണ് നമ്മുടെ ഫ്രാൻസിസ് പുണ്യാളന്റെ ജീവിതത്തിന്റെ അനുഭവം പറയുന്നത്. റോക്ക് മരത്തിൽ നോക്കിയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അവിടെ ആയിരക്കണക്കിന് അച്ഛന്മാർ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഈ ജ്ഞാനം ഉണ്ടായില്ല. അപ്പൊ ജ്ഞാനം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ശങ്കരാചാര്യസ്വാമികൾ തന്നെ തത്വമസിയുടെ ഭാഷ്യത്തില് അദ്ദേഹം സമയത്തിൽ അന്വയിക്കുന്നുണ്ട്. അവസാനം ഇതിൻ്റെയൊക്കെ പദാർത്ഥമെല്ലാം പറഞ്ഞ് അവസാനം ഇത് ഒരു സമയത്തിലാണ് ഈ തത്വമസിയെ അദ്ദേഹം അന്വയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് സാധ്യമായാൽ മാത്രമാണ്. നമ്മളല്ലാത്തതൊക്കെ പദാർത്ഥ ബോധമാണ്. ഈ എല്ലാ പദാർത്ഥങ്ങൾക്കും ഉപരിയായിരിക്കുന്ന ബോധമാണല്ലോ. ഗുണാതീതനാണ്, നിർഗുണനാണ്, നിരഹങ്കാരനാണ്. നമ്മളീ പറയുന്ന ഒരു തത്വങ്ങളിലും ജ്ഞാനമില്ല. തത്വാതീതമായിരിക്കുന്ന നിലയ്ക്കാണ്
ബോധം, ജ്ഞാനം നമ്മൾ പറയുന്നത്. ബോധം എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തെക്കാൾ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവാൻ. ശിവം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ആളുകൾക്ക്, അതായത് ശിവം എന്ന് പറഞ്ഞ ശബ്ദം സിദ്ധവേദാന്തത്തിലാണ്. ശങ്കരാചാര്യ സ്വാമികൾ പോലും സൗന്ദര്യത്തിലുള്ള ശിവശബ്ദം ഉപയോഗിച്ചത്. ശിവശക്തിയായുക്കുതോ യതി ഭവതി എന്നാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഉപനിഷത്തൊക്കെ പഠിക്കാം. അത് ആരിൽ നിന്ന് കോളേജിൽ പഠിച്ചാലും മതി. എൻ്റെ അഭിപ്രായത്തിൽ കോളേജിലെ പ്രൊഫസർമാരാണ് ഇത് നന്നായിട്ട് പഠിപ്പിക്കുക. കാരണം ക്ലാസ് റൂം ടെക്നിക്കിൽ നല്ലോണം പഠിപ്പിക്കുക. ഈ സന്യാസിമാർ പലരും പറയണത് ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ള ആളുകൾ ഒഴിച്ച് വേറെ ചിലർ പറഞ്ഞിട്ട് ഒരു വസ്തുവും മനസ്സിലാവാതെ രീതിയിൽ അവർ പഠിക്കണം. അവർക്ക് തത്വം മനസ്സിലായിട്ടുണ്ടാവും, അവരിത് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു സ്കൂൾ എഡ്യൂക്കേഷനോ ഈ വിഷയത്തിലില്ല. അവർക്ക് അവരിപ്പോൾ ഈ ചില വാക്കുകൾ തന്നെ പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇപ്പൊ നമ്മൾ വേദാന്തം പഠിക്കുമ്പോൾ ഈ വേദാന്തം മുഴുവനും പഠിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ തത്വം മനസ്സിലാവാൻ അതാണ് ചട്ടമ്പിസ്വാമിയുടെ 100 പേജുള്ള പുസ്തകമാണ് എഴുതിയിരുന്നത്. എന്താ പറയുക, ശുദ്ധ മലയാളത്തിൽ ഒരു സംസ്കൃത വാക്കുപോലും ആവശ്യമില്ലാതെ ഈ തത്വം നമുക്ക് ഗ്രഹിക്കാം എന്നാണ്. അപ്പൊ അത് ഇവിടെ ആളുകൾ അന്വേഷിച്ച് വരുന്ന, അങ്ങനെ അന്വേഷിച്ചൊന്നും വരുന്നില്ല. ഇവിടെ വന്ന് നമ്മളോട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു വിദ്യാപരമായ ജ്ഞാനത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വന്നേ, നമ്മളിപ്പോൾ ഒരു വിദ്യ പഠിക്കുമ്പോൾ ആദ്യം അതിന് പ്രാരംഭ പ്രവേശമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു മന്ത്രദീക്ഷയായിരിക്കും ഒരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ശക്തി ദീക്ഷയായിരിക്കും കൊടുക്കുക. അത് അയാൾ അനുഷ്ഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് അയാൾക്ക് ഉണ്ടാവുന്ന അയാളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഇളകി വരിക. ഇപ്പൊ നമ്മളിവിടെ ഈ ഓറാ റീഡിങ്ങിലൊക്കെ ആദ്യം ചെയ്യണ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ. നമ്മൾ ജനിച്ച ഒരു സാഹചര്യമുണ്ട് ഏതൊരു വ്യക്തിയും. ഇപ്പൊ സന്യാസം സ്വീകരിച്ചു പോണ ആളുകളോട് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ ആളുകളെ കാണാനുള്ള ഭാഗ്യം വരുന്നുണ്ട്. അവര് ജനിച്ച ഒരു ആധ്യാത്മികതയിൽ ഇത്രയും ഉയർന്ന നിലയിൽ ജനിച്ച ഒരാളെ ഒരു കുടുംബത്തിൽ ജനിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കുടുംബത്തോട് എന്തെങ്കിലും ഒരു ധാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവില്ലേ? അവരെ ആ കുടുംബത്തിൽ ജനിപ്പിച്ചത് അവിടെ അവരുടെ ഗതി കിട്ടാതിരിക്കുന്ന അവരുടെ ഏതെങ്കിലും യോഗീശ്വരന്മാരോ അല്ലെങ്കിൽ ലയം സംഭവിക്കാത്ത ഉപാസകന്മാരോ അല്ലെങ്കിൽ അവരുടെ പരദേവതയോ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് 10 100 കൊല്ലത്തെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരുത്തൻ ആ കുടുംബത്തിൽ ജനിച്ചത്. എന്റെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ജനിപ്പിച്ചതായിരിക്കും. പലരും ചെയ്യുന്നത് ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇവരെന്തെങ്കിലും പഠിച്ച് ഇവരെ നേരെ സന്യാസത്തിൽ പോകും. അപ്പൊ അത് അവിടെ തൊട്ട് അവരുടേതായിട്ടുള്ള ജ്ഞാനത്തിന്റെ ഒരു തടസ്സം, ഒരു പാപം വരുവാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച കുടുംബത്തിൽ ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. നമ്മളായിരിക്കും അത് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് ചെയ്താൽ എന്താണെന്ന് ചിലപ്പോൾ തോന്നും. അപ്പൊ എൻ്റെ ചേട്ടന് കുഴപ്പമില്ലല്ലോ, ഇപ്പൊ ഞാൻ ഇത് അനുഭവിച്ച ആളാ. എൻ്റെ വീട്ടിൽ വേറെ ആർക്കും പ്രശ്നമില്ല. ഞാൻ 1000 കൊല്ലത്തെ കുടുംബവിരുദ്ധം പരിഹരിച്ച ഒരാളാണ്. 10 കൊല്ലം എടുത്തു. 7 8 യോഗീശ്വരന്മാരെ ശുദ്ധി ചെയ്ത് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ക്രമം പഠിച്ചെടുത്തത് തന്നെ. ഇത് എങ്ങനെ ചെയ്യാന്നറിയാവുന്ന ആളില്ല. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒരാള് ഒരു ലയത്തിനൊരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് ജ്ഞാനമുണ്ട്. ജ്ഞാനം ഉണ്ടായാലും അഖണ്ഡബോധത്തിൽ ലയിക്കാനുള്ള തടസ്സങ്ങളാണ് പ്രശ്നങ്ങൾ. അത് നമ്മുടെ കുടുംബത്തിലെ പരദേവതയെ വേണ്ടും വണ്ണം ചെയ്യാത്ത ഒരാൾക്ക് ഈ ലയം സാധ്യാവില്ല. ചട്ടമ്പിസ്വാമിയാണെങ്കിലും സാധ്യാവില്ല എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ വിചാരിക്കും വലിയ വലിയ ഗുരുക്കന്മാരാണ് അവര്, ജ്ഞാനം ഉണ്ട്, അവർക്ക് ജ്ഞാനം വന്നു. പക്ഷെ ഈ ജ്ഞാനം വന്നപ്പോഴും അവർക്ക് ചില തടസ്സങ്ങൾ, അവരുടെ ജ്ഞാനം വന്നു. പക്ഷെ അഖണ്ഡബോധത്തിൽ ലയിക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ ഉണ്ട്. ആ പ്രക്രിയ ശരീരബോധത്തിന്റെ അപ്പുറത്താണ്. അത് സാധ്യമാവണമെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ സഹായം വേണ്ടി വരും അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ അതുകൂടി ശരിയാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. നമ്മളിപ്പോൾ പലപ്പോഴും ഇത് ഒറ്റ പോക്കാണ്. ആധ്യാത്മികത എന്തെങ്കിലും ഒരു ഭാഗവതം എടുത്തു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തു, അല്ലെങ്കിൽ ഒരു ഉപനിഷത്ത് എടുത്തു, അത് പഠിച്ചു, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു മന്ത്രദീക്ഷ എടുത്തു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് മന്ത്രദീക്ഷ കൊടുക്കുന്ന ഗുരുക്കന്മാരിലൂടെ